നമ്മളെല്ലാവരും നമ്മുടെ വാഹനങ്ങളിൽ ഈ ഫാസ്ടാഗ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഫാസ്ടാഗ് ഇരിപ്പുണ്ട്, എൻ്റെ ഒരു വണ്ടിയിൽ ഫാസ്ടാഗ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ജോമോൻ്റെ പറയുകയെ എന്നാ ഞാൻ ഇന്ന് മൂന്നാർ പോയിട്ട് ലാക്കാട് വെച്ച് നമ്മൾ സ്വാഭാവികമായിട്ടും വണ്ടി സ്കാൻ ചെയ്യുന്നു, കടന്നു പോകുന്നു. അവിടെ എന്നാ മൂന്നാർ പോകുമ്പോൾ അങ്ങോട്ട് 40 രൂപയും തിരികെ വരുമ്പോൾ 15 രൂപയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ സ്കാൻ ചെയ്തിട്ട് സ്കാൻ ആവുന്നില്ല. എൻ്റെ ഫാസ്ടാഗ് ഫെഡറൽ ബാങ്കിൻ്റെ ഫാസ്ടാഗാണ്. അപ്പോൾ ഞാനപ്പോൾ ഇരട്ടി പൈസയാണല്ലോ. ഫാസ്ടാഗിന് 40 ആണെങ്കിൽ ഫാസ്ടാഗ് വഴി അല്ലെങ്കിൽ ക്യാഷ് കൊടുത്താൽ 80 രൂപ കൊടുത്ത് മൂന്നാർ പോയി. മൂന്നാർ ടൗണിൽ പോയിട്ട് ബാലൻസ് ചെക്ക് ചെയ്തപ്പോൾ 255 രൂപ ബാലൻസ് ഉണ്ട്. ഓക്കെ, തിരിച്ചു വന്നു. തിരികെ വന്ന് വരുമ്പോൾ 15 രൂപയാണ്. സ്കാൻ ചെയ്യുമ്പോഴും സ്കാൻ ആവുന്നില്ല. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തു. ഫെഡറൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനകത്ത് 255 രൂപ ബാലൻസ്, അരുൺ സെബാസ്റ്റ്യൻ പേര്, എൻ്റെ ഫോൺ നമ്പർ, വണ്ടി നമ്പർ, സ്റ്റാറ്റസ് ആക്റ്റീവ് കിടക്കുക. ഇവരെന്നെ അവരുടെ മെഷീൻ കാണിച്ചു തന്നു. നിങ്ങളുടെ വണ്ടി നമ്പർ ഇതല്ലേ, ഇത് ഹോട്ട് ലിസ്റ്റഡ് ആണ്. എന്നിട്ട് അവർ പറയുകയാണ് നിയമങ്ങൾ മാറി KYC KBC അങ്ങനെ എന്തോ KBC അപ്ലോഡ് ചെയ്യണമെന്ന്. വണ്ടിയുടെ 4 സൈഡിലെ ഫോട്ടോയും എല്ലാം അപ്ലോഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഞാൻ ബാങ്കിൽ അപേക്ഷ വെച്ചു, ബാങ്കിൽ നിന്ന് ഫാസ്ടാഗ് കിട്ടി, ഇതെനിക്കറിയാവുള്ളൂ. റീചാർജ് ചെയ്തു, റീചാർജ് ബാലൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും 80 രൂപ കൊടുത്തിട്ട് അവിടുന്ന് വന്നിട്ട് ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെട്ടു. അന്നേരം അവർ പറയുകയാണ് സാറിന് SMS അയച്ചായിരുന്നു. SMS ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊരു SMS അയക്കുന്നതിനേക്കാളും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് ആക്റ്റീവ് എന്നാണ്. അപ്പോൾ സർക്കാരിൻ്റെ നിയമങ്ങൾ പ്രകാരം എൻ്റെ KYC അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അത് ഇനാക്റ്റീവ് എന്നല്ലേ കാണിക്കണ്ടേ. എന്നിട്ട് അവർ പറയുകയാണ് സാറേ നമ്മുടെ ഭാഗത്തു നിന്നല്ല ഓക്കെയാണ്, സർക്കാരിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് കണക്റ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. ഇത് മര്യാദയാണോ? എനിക്ക് കൃത്യം പേര് പറയാൻ പറ്റും. ഫെഡറൽ ബാങ്കിൻ്റെ ഫാസ്ടാഗാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് 255 രൂപ ബാലൻസ് ഉണ്ട്, പക്ഷേ സ്കാൻ ആവുന്നില്ല. കസ്റ്റമർ കെയറിൽ നിന്ന് പറയുകയാണ് സാറ് KBC KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന്. നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാ വണ്ടിയേക്കടെയും ഫാസ്ടാഗ് ഉണ്ട്. അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു ബാങ്കിൻ്റെയൊക്കെ ആയിരിക്കും. ഇതിന് KYC KBC അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ATM അപ്ഡേറ്റ് ചെയ്യാം, പക്ഷേ ആ ആപ്ലിക്കേഷനകത്ത് ആക്റ്റീവ് എന്ന് കാണിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് അനുകൂലമാണ് അല്ലേ. അത് ഇനാക്റ്റീവ് എന്ന് കാണിച്ചാൽ ശരിയാണ്, എന്താ കാരണം എന്ന് അന്വേഷിക്കുന്നു. നമ്മൾ KYC ആണ്, KYC അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്തായാലും സാധനം വലിച്ചു കുറച്ച് പല കളഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ അറിയിക്കുന്നില്ല. എന്താ സർക്കാരിൻ്റെ മാറ്റങ്ങൾ. ഇപ്പോൾ ഞാനാണ് ഫാസ്ടാഗ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഞാൻ അറിയിക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സിന് ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അത് ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കേവലം ഒരു SMS മാത്രം വിട്ടതുകൊണ്ട് ഇത് ഫെഡറൽ ബാങ്കിൻ്റെ അതോറിറ്റീസ് കാണുന്നുണ്ടെങ്കിൽ പറയാം, നിങ്ങൾ കേവലം ഒരു SMS മാത്രം കസ്റ്റമേഴ്സിന് വിട്ടു കഴിഞ്ഞാൽ അതാരും കാണാൻ പോകണമെന്നില്ല. നിങ്ങളുടെ ഫാസ്ടാഗ് ആക്റ്റീവ് എന്ന് കാണിക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് ഇനാക്റ്റീവ് എന്ന് കാണിക്കുവാണെങ്കിൽ ഈ കസ്റ്റമേഴ്സ് എല്ലാം ഇതിൻ്റെ KYC KBC അപ്ലോഡ് ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട ആളുകളെ, കേവലം വണ്ടിയിൽ ഫാസ്ടാഗ് ഉണ്ടായിട്ടും കാര്യമില്ല, അതിനകത്ത് ബാലൻസ് ഉണ്ടായിട്ടും കാര്യമില്ല, അതിൻ്റെ ആപ്ലിക്കേഷനിൽ ആക്റ്റീവ് ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ടോൾ ബൂത്തിൽ തന്നെ പോയി ചെക്ക് ചെയ്യേണ്ടി വരും ഇത് വർക്കിംഗ് ആണോ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം കൈ ക്യാഷ് ഇരട്ടി പൈസയാണ്, കാശ് കൊടുത്ത് മുടിയും. ഓക്കെ, എന്താ മോനെ, എന്താ അഭിപ്രായം? അല്ല, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ചെയ്തിട്ടില്ല എന്നാണല്ലോ ഇതിന്റെ കാരണം. സ്റ്റാറ്റസ് എനിക്ക് കിട്ടി ഫെഡറൽ ബാങ്കിന്റെ ആപ്ലിക്കേഷനിൽ സ്റ്റാറ്റസ് ആക്റ്റീവ് എന്നാ. അപ്പൊ പിന്നെ നമ്മുടെ പൈസയുടെ മുതലെവിടെ പോയി? അത് ഇരട്ടി ഇത് പിടിച്ചു പറയാ. അപ്പോൾ ഫാസ്ടാഗിൽ സ്കാനിങ്ങിൽ പൈസ ആവുന്നില്ല, അപ്പോൾ ക്യാഷ് കൊടുക്കുമ്പോൾ ഇരട്ടി പൈസ. അപ്പോൾ ഈ ഫാസ്ടാഗ് സപ്ലൈ ചെയ്യുന്ന ബാങ്കുകളുടെ കുറ്റമല്ലേ ഇത്? സർക്കാരിന്റെ കുറ്റമാണോ? അല്ല ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ കോർപ്പറേറ്റ് സംവിധാനത്തിന്റെ അകത്ത് വന്നപ്പോ ബാങ്കുകളും സർക്കാരും ഇതിന്റെ ഉത്തരവാദികൾ തന്നെയാ. കേവലം ഒരു SMS മാത്രം വിട്ടതുകൊണ്ട് ആരെങ്കിലും തിരക്കുള്ള ജീവിതത്തിൽ ഈ SMS എല്ലാവരും SMS ഒക്കെ നോക്കുന്നുണ്ട്, ഈ ഒരു ഒറ്റ SMS നോക്കിയിരിക്കുവാണോ? ഇത് ഇനാക്റ്റീവ് ആണെങ്കിൽ ശരിയാ, നമ്മൾ ചെക്ക് ചെയ്യും, വിളിച്ചു ചോദിക്കും, പരിശോധിക്കും. ഇത് ആക്റ്റീവ് എന്ന് കാണിക്കുകയും ചെയ്യുന്നു. ഈ ടോൾ ഗേറ്റിൽ ഇത് സ്കാൻ ആവത്തുമില്ല. അത് ഒത്തിരി പേർക്ക് ഇന്ന് എനിക്ക് അബദ്ധം പറ്റി, അതുപോലെ ഒത്തിരി പേർക്ക് അബദ്ധം പറ്റും. ഞാനിപ്പോൾ ഇതിന് പുറകെ ചൂഴ്ന്ന് പോയപ്പോഴാണ് മനസ്സിലായത് സർക്കാരിന്റെ നിയമമാണ് വന്നേക്കുന്നതെന്നും. നമ്മൾ ലോക്കൽസ് ആയതുകൊണ്ട് ഇതിനെ കുറിച്ച് ചൂഴ്ന്ന് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന ഗസ്റ്റുകൾ വരുമ്പോൾ ഹൈവേയിൽ വരുന്ന ഗസ്റ്റുകൾ ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് പൈസ കൊടുത്ത് പോകുക. അത് ചൂഷണം തന്നെയാണ്. അതെ,
ഒരു ചൂഷണം ഉണ്ട് അവിടെ. ഇത് സർക്കാരിന്റെ കുഴപ്പമല്ല, സർക്കാർ നിയമത്തിൽ മാറ്റം വരുത്തി. അന്നേരം ഇത് ഈ ഫാസ്ടാഗ് വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനികൾ അവരുടെ കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയില്ലെങ്കിലും ആ ആപ്ലിക്കേഷനിൽ ഇന്നാക്റ്റീവ് ഇടാൻ പാടില്ലേ, ആക്റ്റീവ് ഇടുകയും ചെയ്യുന്നു. സ്കാൻ വന്നില്ലെങ്കിൽ അത് കൊള്ളയല്ലേ? അത് തന്നെയാണ് ചൂഷണം എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരും അവരവരുടെ വാഹനങ്ങളിലുള്ള ഫാസ്ടാഗ് അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്ര നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ.